ഫേമസ് മൗണ്ട് അറ്റ്ലസ്. ഇവിടെ നമ്മുടെ കേബിൾ കാർ റൈഡ് ഉണ്ട്, ഐസ് കേവ് ഉണ്ട്, പിന്നെ ഉള്ളത് ഐസ് ഫ്ലയർ. ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ പാക്കേജിൽ ഇവിടുത്തെ 2 ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇവിടുത്തെ കേബിൾ കാർ റൈഡ്, 2 ഇവിടുത്തെ ഐസ് കേവ് വാക്ക്. പിന്നെ ഐസ് ഫ്ലയർ നമുക്ക് വേണമെങ്കിൽ സൗകര്യം പോലെ നമുക്ക് ചെയ്യാൻ അനുവദിക്കുകയാണ്. ക്ലൈമറ്റ് അനുവദിക്കുകയാണെങ്കിൽ മുകളിൽ -2°C ആണ് ടെമ്പറേച്ചർ പറഞ്ഞിരിക്കുന്നത്. തണുപ്പ് ഇപ്പം തന്നെ നല്ല കൂടുതലാണ്. മുകളിൽ പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല, നോക്കാം. ഏതാണ്ട് 10,600 ഫീറ്റ് അബവ് സീ ലെവൽ, അതാണ് മൗണ്ട് അറ്റ്ലസിൻ്റെ ഹൈറ്റ്. 3 സ്റ്റേജസ് വഴിയാണ് നമ്മൾ മൗണ്ട് അറ്റ്ലസിൻ്റെ സമ്മിറ്റിലെത്തുക. ആദ്യത്തെ 2 സ്റ്റേജും നോർമൽ 6 സീറ്റർ കേബിൾ കാറിലും അവസാനത്തെ സ്റ്റേജ് ദ വേൾഡ്സ് ഫസ്റ്റ് റൊട്ടേറ്റിംഗ് കേബിൾ കാറിലുമാണ് നമ്മൾ മൗണ്ട് അറ്റ്ലസിൻ്റെ സമ്മിറ്റിലെത്തുക. ഏതാണ്ട് 30 മിനിറ്റ്സ് ആണ് മൊത്തം ഡ്യൂറേഷൻ വേണ്ടി വരിക. ഫ്രം എംഗൽബർഗ് ടു സ്റ്റേഷൻ 1 ലാൻഡ്സ്കേപ്പ് സ്ലോലി ഗ്രീനറിയിൽ നിന്ന് സ്നോ കവേർഡ് മൗണ്ടൻസിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പ് ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. കാണുന്നതാണ് ദ ഫേമസ് ഐസ് ഫ്ലയർ. കേബിൾ കാർ പോലെ തന്നെയാണ്, ബട്ട് അത് ഫുള്ളി ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ വിൽ ബി കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ടു ദ കോൾഡ് ക്ലൈമറ്റ് ഔട്ട്സൈഡ്. സ്റ്റേഷൻ 2-ൽ നിന്ന് സമ്മിറ്റിലേക്ക് പോകുന്നത് ഈ റൊട്ടേറ്റിംഗ് കേബിൾ കാറിലാണ്. ഭൂമിയിലെ തന്നെ ഫസ്റ്റ് റൊട്ടേറ്റിംഗ് കേബിൾ കാർ സർവീസ് നടത്തുന്നത് മൗണ്ട് അറ്റ്ലസിലാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ കേബിൾ കാറിനുണ്ട്. അറൗണ്ട് 40 to 50 ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. സീറ്റ്സ് ഒന്നും തന്നെ ഇല്ല. വി ഷുഡ് സ്റ്റാൻഡ് ആൻഡ് വാച്ച്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -2°C, ഫീൽസ് ലൈക്ക് -8 എന്നാണ്. ഐസ് ഫ്ലയർ ആൻഡ് ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന വഴിയാണ്. ഏതാണ്ട് 250 സ്റ്റെപ്പ് ഉണ്ട്. നല്ല സ്നോഫോൾ. ലൈറ്റ് ഷൂ ആണ് ഇട്ടിരിക്കുന്നത്, ഗ്രിപ്പില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, തെന്നി വീഴും ഉറപ്പാണ്. ഞാൻ ഒരുപാട് സങ്കടം തോന്നുന്നു. പ്രോപ്പർ സ്നോ ബൂട്ട്സ് ഇല്ലാതെ പോയി. പ്രോപ്പർ സ്നോ ബൂട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഐസ് ഫ്ലയറിലേക്ക് കയറാമായിരുന്നു. കയ്യിലില്ലാതെ പോയി. ഇവിടെ വാടകയ്ക്കൊക്കെ എടുക്കാൻ പറ്റുമെന്ന്, പക്ഷെ അവരുടെ ഭാഷയൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരു സങ്കടമാണ്. ഇവിടെ ചുറ്റും വെള്ള നിറം മാത്രമേ ഉള്ളൂ. ഇത് ഫുൾ സ്നോ ആണ് ഈ കാണുന്നത്. ഫുൾ ഐസ്. സത്യം ചൂടാണ് ഇതിന് ഭേദം. ലെയർ കണക്കിന് തോന്നിയിട്ടുണ്ട്, ലെയർ കണക്കിന്.